ആപത്തിൽ രക്ഷിക്കുന്നവനാണ് ആര്? ഈശ്വരൻ. ഏതെങ്കിലും ആപത്ഘട്ടത്തിൽ ഒരു വ്യക്തി നിങ്ങളെ രക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ചെയ്യുകയാണ് എങ്കിൽ ആ നിമിഷം ആ വ്യക്തി നിങ്ങൾക്ക് ഈശ്വരന് തുല്യനാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഈശ്വരൻ ആ ഒരു മനുഷ്യനെ നിയോഗിച്ചതായിരിക്കും നിങ്ങൾക്ക് ഒരു രക്ഷയാകുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായകമാകുവാൻ. അതുപോലെ തന്നെ അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ഒരു ആപത്ഘട്ടത്തിൽ രക്ഷിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ആപത്ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് പാടില്ല? ഒരിക്കലും ആ വ്യക്തിയോട് നന്ദികേട് കാട്ടുവാൻ പാടില്ല. അതുപോലെ തന്നെ എന്തുണ്ടാകണം? മനസ്സിൽ എപ്പോഴും ഒരു ഉപകാര സ്മരണ ഉണ്ടാവുകയും വേണം. നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയിലെ നന്മയാണെന്ന് ഈശ്വരൻ. ഒരു വ്യക്തിയുടെ നന്മ നോക്കിക്കണ്ടാൽ ആ വ്യക്തിയിലെ ഈശ്വരനെ നാം കാണുന്നതാണ് കേട്ടോ. ഈശ്വരനെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നന്മയാണ്. അതുപോലെ തന്നെ നമ്മൾ പക്ഷി മൃഗാദികളോടും ഒക്കെ എന്ത് ഉള്ളവരായിരിക്കണം? ഒരു ദയാവായ്പ ഉള്ളവരായിരിക്കണം. കേട്ടോ, പക്ഷി മൃഗാദികളോടും ഒക്കെ എന്തുള്ളവരായിരിക്കണം? ദയാവായ്പ ഉള്ളവരായിരിക്കണം. അതും എന്താണ്? നന്മയുടെ ഒരു വശമാണ് കേട്ടോ. നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മ നിറഞ്ഞതായിരിക്കണം. അതുപോലെ ഈ മൃഗങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കൊക്കെ ഭക്ഷണം നൽകുക, ജലം നൽകുക, ഇതൊക്കെ നന്മയുടെ ഒരു വശമാണ് കേട്ടോ. പക്ഷി മൃഗാദികളോടുള്ള ക്രൂരതകളൊന്നും കാട്ടുവാൻ പാടില്ല. അവയ്ക്ക് അല്പസ്വല്പം ഭക്ഷണമൊക്കെ നൽകിക്കഴിഞ്ഞാൽ അതെന്താണ്? നന്മയുടെ ഒരു വശമാണ്. നമുക്ക് ജീവിതത്തിൽ എന്തേ ഉണ്ടാവുകയുള്ളൂ? ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? സമൂഹ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളതായിരിക്കണം. അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകുന്ന പ്രവൃത്തികളോ അല്ലെങ്കിൽ മറ്റൊരാളോട് ദ്രോഹചിന്തകളോ നമ്മളിൽ ഉണ്ടാകുവാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും സത്യസന്ധമായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം. നമ്മൾ സത്യം പറയുന്നവരായിരിക്കണം കേട്ടോ. ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന ഒരു കള്ളങ്ങളും ജീവിതത്തിൽ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ലെന്നാണ്. നല്ല ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ല ചിന്താഗതികൾ നമ്മൾ ജീവിതത്തിൽ വളർത്തിയെടുക്കണം കേട്ടോ. നമ്മളെപ്പോഴും നല്ല ചിന്താഗതികൾ നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിൽ നമ്മൾ എന്തായിരിക്കണം? തൽപരരായിരിക്കണം. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പാഠപുസ്തകങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അറിവ് നൽകുന്ന പുസ്തകങ്ങളൊക്കെ, എല്ലാ പുസ്തകങ്ങളും എന്താണ്? അറിവ് നൽകുന്നവയാണ്. നമുക്ക് നന്മയുടെ അറിവ് നൽകുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിൽ നമ്മൾ എന്തായിരിക്കണം? തൽപരരായിരിക്കണം. നമ്മളുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് എല്ലാം ഒരുപാട് തിരിച്ചറിവുകളും അറിവുകളും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു ഗുരുനാഥനാണ് ഈ പ്രകൃതി കേട്ടോ. ഈ പ്രകൃതി ഒരുപാട് അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ജീവിതത്തിൽ നല്ല അറിവുകൾ നേടിയെടുക്കാനും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിഞ്ഞാൽ അതെന്താണ്? ജീവിതത്തിലെ മുതൽക്കൂട്ടാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പ്രവർത്തിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുക.